എനിക്കൊപ്പം ഉള്ളത് കൊല്ലം പനയ സ്വദേശിനി 5ാം ക്ലാസ്സുകാരിയായിട്ടുള്ള അഖിലയാണ്. കഴിഞ്ഞ 4ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്ക് നേടിയ ഒരു മിടുക്കിക്കുട്ടിയാണ്. നാളെ സ്കൂൾ തുറക്കുമല്ലേ, പോകാൻ പറ്റുമോ? ഇല്ല, എന്താ? എൻ്റെ വീടൊക്കെ ചോരുന്നുണ്ട്, ബാഗൊന്നുമില്ല എനിക്ക്. നമ്മുടെ പുസ്തകത്തൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ വേറൊരു വീട്ടില. വേറെ വീട്ടിൽ കൊണ്ടുവച്ചേ? വീടൊക്കെ ചോരുന്നുണ്ട്, പുസ്തകം എല്ലാം നനഞ്ഞു പോകുന്നു. യൂണിഫോം ഒക്കെ കിട്ടിയോ? ഇല്ല. നാളെ സ്കൂൾ തുറക്കുമ്പോൾ കൂട്ടുകാരൊക്കെ ചെല്ലത്തില്ലേ? മോള് വിഷമമുണ്ടോ? ഉണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാനസികവും ശാരീരികവും സാമൂഹികവുമായ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ഭാവി സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനുള്ള വിദ്യാഭ്യാസ സമീപനമാണ് കേരള പാഠ്യ പദ്ധതി. നാളെ സ്കൂൾ തുറക്കുന്നതോർത്ത് ഈ കുഞ്ഞിന്റെ കണ്ണുകൾ നിറയുകയാണ്. കൂട്ടുകാരെല്ലാം പുത്തനുടുപ്പും ബാഗുമെല്ലാം വാങ്ങിക്കഴിഞ്ഞു. പക്ഷേ അഖിലയ്ക്ക് സ്കൂളിൽ നിന്ന് ലഭിച്ച പുസ്തകം സൂക്ഷിക്കാൻ പോലും ഈ വീട്ടിൽ സൗകര്യങ്ങളില്ല. ചുറ്റും മലിനജലം നിറഞ്ഞ ഈ വീട്ടിൽ നിന്ന് കരയാൻ മാത്രമേ ആകുന്നുള്ളൂ ഈ കുഞ്ഞിന്. നാളെ സ്കൂൾ തുറക്കുമ്പോൾ സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതിൽ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ചോർന്നു വയ്ക്കുന്ന ഒരു വീടാണ്. പുസ്തകങ്ങൾ സ്കൂളിൽ നിന്ന് ലഭിച്ചു. ആ പുസ്തകങ്ങൾ ഈ മുറിയിൽ കൊണ്ടുവച്ച് അത് ചോർന്നൊലിച്ച് അതിന് പുസ്തകങ്ങൾക്ക് മുകളിലേക്ക് വെള്ളം വീണ് പുസ്തകം നശിക്കുന്നൊരവസ്ഥയുണ്ടായി. ആ സമയത്ത് സമീപത്തെ ഒരു വീട്ടിലേക്ക് ആ പുസ്തകങ്ങൾ മാറ്റി. നാളെ സ്കൂളിലേക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യം എന്ന് വെച്ചാൽ നല്ല ഒരു വസ്ത്രം പോലും ഇല്ല ഇവിടെ നിന്ന് ഇട്ടുകൊണ്ട് പോകാൻ. ബാക്കി എല്ലാ വസ്ത്രങ്ങളും നനഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വീട്ടിലാണ് അന്തി ഉറങ്ങുന്നത്. നേരത്തെ ഒരു ക്യാമ്പിലായിരുന്നു, സ്കൂളിലായിരുന്നു ക്യാമ്പും. പക്ഷേ ആ സ്കൂളിലെ ക്യാമ്പ് അവസാനിപ്പിച്ചപ്പോൾ അവരെ ഈ വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഒരു ഗതിയുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അമ്മയും സഹോദരനും രോഗികൾ. ആകെയുള്ളത് 2 മുത്തശ്ശിമാർ. 2 മുറി വാടക വീട്ടിൽ കഴിയുന്നത് 5 ജീവനുകൾ. നാട്ടുകാരുടെ സഹായത്തിലാണ് ആഹാരം പോലും കഴിക്കുന്നത്. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ല. പക്ഷെ നമുക്ക് നിവൃത്തിയില്ലല്ലോ. മോളെ പഠിപ്പിക്കണമെന്ന് തന്നെ നമുക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ തന്നെ നാട്ടുകാരെയൊക്കെ കൊടുത്താണ് ഞങ്ങളുടെ ജീവിതങ്ങൾ ഇങ്ങനെ പോകുന്നത്. പിന്നെ റേഷനരി കൊണ്ട് മീൻമെടുപ്പൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ പുളിമുളകായാലും ഒത്തങ്ങൾ തിന്നോളൂ. ഒത്തങ്ങൾക്ക് അതൊരു പ്രയാസമൊന്നുമില്ല. അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകണം. എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിലും വേണ്ടിയല്ല. കുഞ്ഞ് മൂക്കൊന്ന് പഠിക്കാനും ഒരു കടക്കാട് ഞങ്ങൾക്ക് അതാണ് വേറെ അത്യാവശ്യം. മിടുക്കിയാണ് അഖില. നന്നായി പഠിക്കണം. കയറി കിടക്കാൻ ഒരു ചെറു വീട് വേണം. ഇത് മാത്രമാണ് ഈ കുഞ്ഞിൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യം. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.